ഹായ്, എൻ്റെ പേര് സുലൈമാൻ സനൂഖ് എന്നാണ്. ഞാനൊരു ആർഡൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ലവറാണ്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ വേറെയാണ്. പക്ഷേ സിനിമ എന്ന ഒരു മാധ്യമത്തെ, സിനിമ എന്ന ആർട്ട് രൂപത്തെ, ഒരു കലാരൂപത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ ഒരു ചെറിയൊരു ശ്രമം എന്ന രീതിയിലാണ് ഈ ജസ്റ്റ് ഒരു വീഡിയോ. അപ്പോൾ എന്ത് വീഡിയോ ഇട്ട് തുടങ്ങും, എങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അവസാനം എത്തി നിന്നത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സിനിമ റിവ്യൂവിലൂടെ തന്നെ തുടങ്ങാം. അതായിരിക്കും ഒരു ലെവൽ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വിധം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഒരു എളിയ സിനിമ റിവ്യൂ എന്ന ശ്രമത്തിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് OTT-യിലേക്ക് വന്ന നാരായണിയുടെ മൂന്നാൺമക്കൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ്. അത് ഒരു മാസം മുമ്പ്, ഒന്ന് രണ്ട് മാസം മുമ്പ് തിയേറ്ററിൽ വന്നു പോയിരുന്നു. അപ്പോൾ അധികാരം ശ്രദ്ധിക്കാതെ പോയ ഒരു പടമായിരുന്നു. കാരണം അത്രയധികം ബാഗേജോട് കൂടി ഒന്നുമല്ല ആ സിനിമ വരുന്നത്. ഏറ്റവും ഡെബ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു ശരൺ വേണുഗോപാൽ എന്നൊരു പേരായ ഒരു ഡയറക്ടറായിരുന്നു. പുള്ളി ഒരു SRFT എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി നാഷണൽ അവാർഡ്, ഹെർസസിനൊക്കെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു മികച്ച യുവപ്രതിഭയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ആദ്യത്തെ സിനിമയായിരുന്നു ഇപ്പോൾ പറഞ്ഞ നാരായണിയുടെ മൂന്നാൺമക്കൾ. ഇതിൽ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ജോജോ ജോർജ്, അലൻസിയർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ നാരായണിയുടെ മൂന്നാൺമക്കൾ ഇവർ മൂന്നുപേരാണ്. ഇവരെ കൂടാതെ ഗാർഗി അനന്തൻ, തോമസ് മാത്യൂസ്, നമുക്ക് നേരത്തെ പരിചയമുള്ള ഒരാളാണ് തോമസ് മാത്യൂസ് ആനന്ദം എന്ന സിനിമയിലൂടെ. ഗാർഗി അനന്തൻ എന്ന് പറയുന്നതും ഒരു പുതുമുഖ നടിയാണ്. പുള്ളിക്കാരത്തിയുടെ ഏറ്റവും നല്ല അഭിനയം കാഴ്ചവെച്ചതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് കുൽസുമാൻ്റെ പേരക്കുട്ടി എന്നുള്ളൊരു ഹ്രസ്വ സിനിമ ഉണ്ട്, ബഡ്ജറ്റ് ലാബ് പ്രൊഡക്ഷൻസിന്. ആ ഒരു ഹ്രസ്വ സിനിമയിലൂടെ വന്നൊരു നല്ലൊരു കലാകാരിയാണ് ഗാർഗി അനന്തൻ. ഏറ്റവും ഉത്തമരായ കലാകാരന്മാർ, ഏറ്റവും ഉയർന്ന രീതിയിൽ ജീവിച്ചു മരിച്ച കലാകാരന്മാർ പറഞ്ഞ പോലെ ഏറ്റവും മികച്ച കലാരൂപങ്ങളുടെ ഒരു സമ്മേളനമാണ് സിനിമ എന്ന് പറയുന്നത്. നമുക്ക് പല കലാരൂപങ്ങളും അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഫോമിൽ നമുക്ക് അറിയാമെങ്കിലും, ഇപ്പോൾ ഒരു ഡാൻസ് രൂപങ്ങൾ അഥവാ ഒരു പാട്ട് രൂപങ്ങൾ പല രീതിയിൽ ഉണ്ടെങ്കിലും സിനിമ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആർട്ട് ഫോമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമ അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ ആർട്ട് ഫോമിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം മ്യൂസിക്, ഡാൻസ്, കൊറിയോഗ്രാഫി, അത് ആക്ഷൻ കൊറിയോഗ്രാഫി, ഡയറക്ഷൻ, ബാക്കിയുള്ള പ്രൊഡക്ഷൻ ഡിസൈൻ പോലുള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ സിനിമയുടെ പോരായ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം. സിനിമേൻ്റെ ഏറ്റവും ഒരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നിയത് കഥാപാത്രങ്ങളുടെ അപൂർണതയാണ്. അപ്പോൾ പല കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയാനാണെങ്കിൽ ജോജു ജോർജിൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ എല്ലാവരാലും അപഹസിക്കപ്പെടുന്ന, പൊട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ജോജു ജോർജ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ, ഈ ഒരു ക്യാരക്ടർക്ക് കൃത്യമായ ഒരു ആർക്ക് കൊടുക്കാൻ പല സാഹചര്യങ്ങളും സിനിമയിൽ തന്നെ ഉണ്ടെങ്കിലും എന്തെന്നറിയില്ല, പക്ഷെ ഡയറക്ടർ അതിനൊന്നും മുതിരുന്നില്ല, എഴുത്തുകാരനും അതിനൊന്നും മുതിരുന്നില്ല. അതുപോലെ തന്നെ ഗാർഗി അനന്തൻ്റെയും സജിത മഠത്തിൽ ചെയ്ത ഗാർഗി അനന്തൻ്റെ മദറിൻ്റെയും ക്യാരക്ടർ, ഈ ഒരു രണ്ട് ക്യാരക്ടർ തമ്മിൽ ഒരു അമ്മ മകൾ ഒരു ഈഗോ ക്ലാഷ്, ഒരു സൗന്ദര്യപ്പിണക്കം എന്നുള്ളതിനേക്കാളപ്പുറം ഒരു ഡീപ്പായിട്ടുള്ളൊരു ഡിസ്കണക്ഷൻ ഉണ്ട്. ഒരു അമ്മ മകൾ എന്നുള്ള ബന്ധത്തിൽ ഒരു ഡീപ്പായിട്ടുള്ള ഡിസ്കണക്ഷൻ ഉണ്ട്. അത് പറയുമ്പോൾ ഒരു ചെറിയൊരു അക്കമപ്പൊരു പോലെ കാണിക്കുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുകയോ അഥവാ ഒരു പ്രോപ്പറായിട്ടുള്ള റൈറ്റിങ്ങോ ഇവർ ക്യാരക്ടർക്ക് കൊടുക്കുന്നില്ല. ഈ ഒരു ചെറിയ പോരായ്മയെ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു വെല്ലുവിളിയായി തോന്നിയിരിക്കുന്നത് നമുക്ക് നിരവധി കാലിക പ്രസക്തിയായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മതപരമായ പ്രശ്നങ്ങൾ, ജാതിപരമായ പ്രശ്നങ്ങൾ. ഈ സിനിമയിൽ ആ ഒരു കാര്യങ്ങളെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പല സിനിമ എഴുത്തുകാരും പല ഫേമസ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സും ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്: യു ഷുഡ് ഷോ തിങ്സ്, യു ഡോണ്ട് ഹാവ് ടു ടെൽ. സിനിമയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള റൂള് അതാണ്. നമുക്കൊരു കാര്യം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിനേക്കാൾ, ഇപ്പോൾ മതം, മുസ്ലിം 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 എന്നൊക്കെ എടുത്തു പറയുന്നതിനേക്കാൾ ആ ഒരു കാര്യം നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു സിനിമ കൈകാര്യം ചെയ്യേണ്ട രീതി. ആ ഒരു രീതിയെ ഈ സിനിമ ചില രീതിയിൽ പരാജയപ്പെടുന്നുണ്ട്. ആ ഒരു കാര്യം അങ്ങനെ തന്നെ ചെയ്യുന്നതിൽ ഈ സിനിമ ചെറിയ രീതിയിൽ പരാജയപ്പെടുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതപരമായ പ്രശ്നങ്ങൾ, ജാതിപരമായ പ്രശ്നങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതല്ലാതെ അതിൻ്റെ ഭീകരതയെക്കുറിച്ചോ അതിൻ്റെ ഏറ്റവും പ്രശ്നങ്ങളെക്കുറിച്ചോ കാണിച്ചു തരുന്നതിൽ സിനിമ പരാജയപ്പെടുന്നുണ്ട്. ഇനി പോസിറ്റീവ്സിലേക്ക് വരാം. ബേസിക്കായി മാത്രം ഒതുങ്ങിത്തീരേണ്ടിയിരുന്ന ഈ സ്ക്രീൻ പ്ലേ ഏറ്റവും മികവുറ്റതാക്കി ഈ സ്ക്രീനിലേക്ക് കാണിക്കാൻ പറ്റിയതിൽ ഏറ്റവും
മികച്ച നമ്മൾ അപ്ലോസ് കൊടുക്കേണ്ടതിൽ അഭിനേതാക്കൾക്കാണ്. ഒരു ആ, ഒരു റിവ്യൂവിൽ ഭരദ്വാജ് രംഗ് എന്നുള്ള പ്രശസ്തനായ ക്രിട്ടിക്ക് ജോജു ജോർജിലെ നായാട്ടിലെ അഭിനയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജോജു റൂൾ ദ ഫിലിം ലൈക്ക് എ ഗോഡ്. ജോജു ആ സിനിമയിൽ ദൈവത്തെ പോലെ നിറഞ്ഞു നിൽക്കുന്നു. അതേ ഒരു കാര്യം തന്നെയാണ് ജോജുവിനെ കുറിച്ച് ഞാൻ ഈ സിനിമയിലും പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ബേസിക് ആയിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടർ, അങ്ങും ഇങ്ങും തൊടാതെ എഴുതിയിരിക്കുന്ന ക്യാരക്ടർ, തൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രം വെച്ച് പിടിച്ചു നിർത്തുന്നതിൽ ജോജു ജോർജ് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. അതേപോലെ തന്നെയാണ് അലൻസിയറും സുരാജ് വെഞ്ഞാറമൂടും. അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന വചനങ്ങളും അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഡെപ്തും മനസ്സിലാക്കി അവർ അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡെബ്യൂട്ടാൻ്റ് ആയിട്ടുള്ള ഗാർഗി അനന്ദൻ്റെ പ്രകടനം. ഒരു സിനിമ മാത്രം പ്രായമുള്ള ഒരു ന്യൂ കമ്മറാണ് ഗാർഗി അനന്ദൻ. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നവും കാണിക്കാതെ, അതിൻ്റെ ഒരു പരിഭ്രമവും കാണിക്കാതെയാണ് ഗാർഗി അനന്ദൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടിയുടെ പാർട്ട്ണറായി അഭിനയിച്ച തോമസ് മാത്യൂസിൻ്റെ കൂടെ വളരെ അധികം നമുക്ക് കൈകാര്യം ചെയ്യുന്നതിലപ്പുറം എന്ന് നമുക്ക് തോന്നാവുന്ന വിഷയങ്ങൾ വളരെ നീറ്റായി തന്നെ കുട്ടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തൻ്റെ മദറിൻ്റെ കൂടെയുള്ള കോൺഫ്ലിക്റ്റ്, ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകൾ, അവൾ പേഴ്സണൽ ലൈഫിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ഇന്നർ കോൺഫ്ലിക്റ്റുകൾ, അതൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ഗാർഗി അനന്ദൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് വരാം. ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന അപ്പു പ്രഭാകറിനെ കുറിച്ചും മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന രാഹുൽ രാജിനെ കുറിച്ചാണ്. രണ്ടുപേരും തങ്ങളുടെ അസൈൻമെൻറ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഒരു അനാവശ്യ ചേരുവകളോ ഒന്നുമില്ലാതെ തന്നെ സിനിമയുടെ വേണ്ട കാര്യങ്ങൾ മാത്രം അതിമികവുറ്റ രീതിയിൽ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് വളരെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ആ ഒരു തറവാടും ആ ഒരു ചില മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളും അവരുടെ കോൺഫ്ലിക്റ്റുകളൊക്കെ ചേർന്നിരിക്കുന്ന വളരെ ചെറിയ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അവർ കൈകാര്യം ക്യാമറ ആണെങ്കിൽ അത്രയും ക്ലോസ്ലി വെച്ച് അതിന് ഒത്ത രീതിയിൽ രാഹുൽ രാജ് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല വർക്കായിരുന്നു രണ്ടുപേരുടെയും. ഈ സിനിമക്ക് ചില സിനിമകളായിട്ട് റെഫറൻസ് വരയ്ക്കുകയാണെങ്കിൽ അഥവാ സാമ്യത പറയുകയാണെങ്കിൽ അതിന് നിരവധിയായ സിനിമകളുണ്ട്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഉള്ളൊഴുക്ക് പോലുള്ള സിനിമകൾ, ജി അരവിന്ദൻ്റെ ചിദംബരം പോലുള്ള സിനിമകൾ, മൃണാൾ സെന്നിൻ്റെ ചില സിനിമകൾ, അസ്കർ ഫറാദിയുടെ ചില ഇറാനിയൻ സിനിമകൾ. ഈ സിനിമ കൈകാര്യം ചെയ്യുന്നതും ഏകദേശം അതേപോലെയുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ്, അതേപോലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് നറേറ്റീവാണ്. അപ്പോൾ നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇവരുടെയൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും ഈസിയായി കണ്ടു തീർക്കാവുന്ന ഒരു സിനിമയാണ്. അത്ര മനോഹരമെന്ന് ചോദിച്ചാൽ മനോഹരം തന്നെയാണ് ഈ സിനിമ. ഓരോ ഫ്രെയിമുകളും ചില സംഭാഷണങ്ങളും ചില മൊമെൻറ്റ്സും ചില പ്രശ്നങ്ങളും അതിലെ ഒത്തുതീർപ്പുകളൊക്കെ ഈ മേൽപ്പറഞ്ഞ സിനിമ സംവിധായകരുമായി ചില സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുള്ള ആ ഒരു ടൈപ്പ് ഫിലിം മേക്കിംഗ് ആണ് ഈ ഒരു സിനിമ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു സിനിമാ ലവർക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് നാരായണിയുടെ മൂന്നാൺമക്കൾ. താങ്ക് യു.